അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എയർ ഇന്ത്യ എക്സ്പ്രസ് 2020 റിപ്പാട്രിയേഷൻ മിഷൻ ഉണ്ടായിരുന്നു ദുബായ് ടു കാലിക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ട്. അപ്പോൾ ആ ഒരു ആക്സിഡൻറ്റിനെ പറ്റിയാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് ഉണ്ടാക്കിയൊരു വന്ദേ ഭാരത് മിഷൻ എന്ന് പറഞ്ഞിട്ട് എക്സ്പാറ്റ്സിനെ റിപ്പാട്രിയേറ്റ് ചെയ്യുന്നൊരു ഇതായിരുന്നു. നമ്മളെ കോവിഡ് സമയത്ത് പ്രവാസികൾക്കൊക്കെ ഒരു ഹെൽപ്പ് പോലെ നമുക്കായിട്ട് സ്പെഷ്യൽ ഫ്ലൈറ്റ്സ് എയർ ഇന്ത്യ എക്സ്പ്രസ്സിനെ കൊണ്ടിടിപ്പിച്ചിട്ട് തിരിച്ച് നാട്ടിലോട്ട് പോകാനുള്ളൊരു ഹെൽപ്പ്. അതായിരുന്നു വന്ദേ ഭാരത് മിഷൻ. എയർ ഇന്ത്യ എക്സ്പ്രസ് 1344 ആയിരുന്നു അന്നത്തെ ഫ്ലൈറ്റ്. ദുബായ് ടു കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളം അതായിരുന്നു അന്നത്തെ ഫ്ലൈറ്റ്. എയർക്രാഫ്റ്റ് ഡിപ്പാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു അരമണിക്കൂർ ഡിലേ ഉണ്ടായിരുന്നു. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ ഓപ്പറേഷൻസും പിന്നെ പാസഞ്ചേഴ്സിന് ബോർഡ് ചെയ്യലും ഇതൊക്കെ ആകുമ്പോൾ യൂഷ്വലി ഉണ്ടാവാറുണ്ട് ഇങ്ങനെ ഒരു ചെറിയ ഡിലേ അരമണിക്കൂർ. പക്ഷേ ഇത് നമ്മളെ ക്യാപ്റ്റനൊക്കെ ചെറുതായിട്ടൊന്ന് ടെൻഷനാക്കി ഉണ്ടായിരുന്നു. അതിൻ്റെ റീസൺ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. പക്ഷേ ഇതൊന്ന് മനസ്സിൽ വെച്ചാൽ മതി. ഇപ്പോൾ ഫ്ലൈറ്റ് നോർമലായിട്ട് വിടുന്നു ദുബായിൽ നിന്ന് 30 minutes ഡിലേ. ദാറ്റ് ഈസ് ക്വൈറ്റ് നോർമൽ ആക്ച്വലി. അപ്പോൾ ആ 30 minutes ഡിലേ ആയിട്ട് ഫ്ലൈറ്റ് ഇവിടുന്ന് പുഷ് ബാക്ക് ചെയ്ത് ഇറ്റ് വാസ് ഓൺ ദ റൂട്ട് ടു കാലിക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഫ്ലൈറ്റ് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ദ എൻറ്റയർ ഫ്ലൈറ്റ് സ്മൂത്ത് ആയിരുന്നു. നോ ഇഷ്യൂസ് വിത്ത് ദി എയർക്രാഫ്റ്റ് വാസ് പെർഫോമിങ് ആസ് നോർമൽ. പിന്നെന്തായിരുന്നു, പ്രത്യേകിച്ച് അങ്ങനെ ട്രാഫിക് കൺട്രോളേഴ്സിനോ അങ്ങനെ ഒരു മെസ്സേജസോ ഒന്നും ഉണ്ടായിരുന്നില്ല. നോർമൽ അതായിരുന്നു. അങ്ങനെ ഈ ഫ്ലൈറ്റ് അങ്ങനെ നമ്മുടെ കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്തിൻ്റെ അപ്രോച്ചിലേക്ക് എത്തുകയാണ്. ഇറ്റ് വാസ് ഓൺ ഇറ്റ്സ് ഡിസെൻറ്റ് ടു ദ റൺവേ. അപ്പോൾ ഒരു വെതർ ഫോർകാസ്റ്റ് കിട്ടുകയാണ്. എയർപോർട്ടിൽ ഹെവി റെയിൻഫോളും വിൻഡും ഉണ്ടെന്ന് പറയുകയാണ് ടവറിൽ നിന്ന്. ഇവർക്കൊരു ഇൻഫർമേഷൻ കൊടുക്കുകയാണ്. ഈ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ജൂലൈ, ഈ മാസം ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലൊക്കെ നമ്മുടെ നാട്ടിൽ നല്ല മഴയാണ്. അപ്പോൾ ഈ മഴ ഇവർക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവർ സ്പെഷ്യലി ട്രെയിൻഡ് ക്യാപ്റ്റൻസിനാണ് ഈ കാലിക്കറ്റ് എയർപോർട്ട് പോലത്തെ ടേബിൾ ടോപ്പ് റൺവേയിൽ ലാൻഡ് ചെയ്യാൻ പറ്റുക. പിന്നെ ക്യാപ്റ്റൻസിന് മാത്രമേ ലാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഫസ്റ്റ് ഓഫീസറിന് ലാൻഡ് ചെയ്യാൻ പറ്റില്ല കാലിക്കറ്റ് എയർപോർട്ടിൽ. അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റിയും കൂടി ഉണ്ട്. അപ്പോൾ അത്രയും ട്രെയിൻ ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ നമ്മളെ ടേബിൾ ടോപ്പ് റൺവേസ് ജനറലി ലാൻഡ് ചെയ്യാൻ പെർമിഷൻ കൊടുക്കുകയുള്ളൂ, നമ്മളെ ഇന്ത്യൻ DGCA. അങ്ങനെ നമ്മുടെ ക്യാപ്റ്റനും തന്നെ ഇതേപോലെ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞിട്ട് ഇഷ്ടംപോലെ പ്രാവശ്യം കാലിക്കറ്റ് എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിട്ടുള്ളൊരു ക്യാപ്റ്റനാണ്. നല്ല വെൽ എക്സ്പീരിയൻസ്ഡ് ഇന്ത്യൻ എയർഫോഴ്സിൽ വർക്ക് ചെയ്തിട്ടുള്ളൊരു ക്യാപ്റ്റനായിരുന്നു ഇയാൾ. അപ്പോൾ ഹീസ് എ വെരി വെൽ റെപ്യൂട്ടഡ് ആൻഡ് ഹീ നോസ് ദിസ് റൺവേ. അപ്പോൾ ആൾ ഇഷ്ടംപോലെ പ്രാവശ്യം കാലിക്കറ്റ് എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. സോ ഈ വെതർ ഫോർകാസ്റ്റ് കിട്ടിയപ്പോൾ ഇറ്റ് വാസ് ജസ്റ്റ് ദേ എക്സ്പെക്റ്റഡ് ഇറ്റ്. കാരണം ആൾക്കറിയായിരുന്നു ഉണ്ടാവുമെന്ന്. അപ്പോൾ ഈ ഒരു ഡിസെൻറ്റ് പ്രൊഫൈൽ തുടങ്ങുകയാണ് നമ്മൾ എയർക്രാഫ്റ്റ്. ഡിസെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മളെ മുകളിൽ നിന്ന് പാറിക്കൊണ്ടിരുന്ന നമ്മൾ റൺവേയുടെ അടുത്തെത്തുമ്പോൾ താഴത്തോട്ട് മെല്ലെ ഇറങ്ങുന്ന ആ ഒരു പ്രൊഫൈൽ, അതൊക്കെ ഫുള്ളി കാൽക്കുലേറ്റഡ് ആണ്. അപ്പോൾ ഈ ലാൻഡിങ് സമയം കോക്പിറ്റിൽ ഭയങ്കര പ്രഷറും ടെൻഷനാണ്. നോ മാറ്റർ വാട്ട്, ഏതൊരു റൺവേയോ ഏതൊരു എയർപോർട്ടിലേക്കാണെങ്കിലും ലാൻഡിങ് സമയത്ത് ദ ക്രൂ ഈസ് വെരി ബിസി. ദേ ആർ ലുക്കിംഗ് അറ്റ് ദെയർ ഫയൽസ്, ദ ചാർട്ട്സ്, എയർക്രാഫ്റ്റ് കോൺഫിഗർ ചെയ്യണം. അപ്പോൾ നമ്മളെ ക്രൂവും തന്നെ ഇതേപോലെ എല്ലാം കോൺഫിഗർ ചെയ്ത് റൺവേ 28 കരിപ്പൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിന് ഒരു റൺവേ ആണ് നമുക്കുള്ളത്. അതിൻ്റെ ഒരു ദിശയിൽ നിന്ന് വരുമ്പോൾ റൺവേ 28 എന്നാണ് അതിന് പറയാം. എതിർ ദിശയിൽ നിന്ന് വരുന്നതിന് അപ്പോൾ ആ റൺവേ 10 എന്നോ പറയാം. അപ്പോൾ നമ്മുടെ എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്യാൻ റൺവേ 28 അപ്പോൾ ആ റൺവേ 28 എല്ലാവിധ അപ്രോച്ച് കാര്യങ്ങളും വിൻഡ് ഡാറ്റ ഒക്കെ കൺട്രോളറിൻ്റെ നിന്ന് ചോദിച്ച് മനസ്സിലാക്കി നമ്മളെ ക്രൂ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഓൺ അപ്രോച്ച് ടു കാലിക്കറ്റ് എയർപോർട്ട്, കരിപ്പൂർ എയർപോർട്ടിൻ്റെ മഴയും കാറ്റും നല്ലോണം ഉണ്ടല്ലോ. അപ്പോൾ ഇവർക്ക് ഒരു മിനിമം ആൾട്ടിറ്റ്യൂഡിൻ്റെ ഉള്ളിൽ ഇവർക്ക് നമ്മുടെ റൺവേയുടെ ലൈറ്റ്സ് കാണണം. എന്നാലേ ഇവർക്ക് ആ ഡിസെൻറ്റ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ഇത്ര ഒരു നിശ്ചിത അളവിൽ ഇവർക്ക് ആ ലൈറ്റ്സ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവർ തിരിച്ച് ഗോ അറൗണ്ട് ചെയ്യണം. ഗോ അറൗണ്ട് എന്ന് പറയുമ്പോൾ ആ ലാൻഡിങ് ക്യാൻസൽ ചെയ്തിട്ട് തിരിച്ച് കറങ്ങി റൺവേയുടെ പിന്നെ ഒരു അപ്രോച്ചിന് ഇവർ പ്രിപ്പയർ ചെയ്ത് രണ്ടാമത് വരുന്നതിനാണ് ഗോ അറൗണ്ട് എന്ന് പറയുക. അപ്പോൾ ഇത് ഈ ക്രൂവിന് അറിയായിരുന്നു, ഇവരിതിന് പ്രിപ്പയർഡും ആയിരുന്നു ഇൻ കേസ്. കാരണം നമ്മൾ നല്ല മഴയും കാറ്റും ഉള്ള രാത്രിയും കൂടി ആയിരുന്നു. അപ്പോൾ ലൈറ്റ് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഇവർക്ക് ആ ഡിസെൻറ്റ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഇവർ ക്യാപ്റ്റനും ഫസ്റ്റ് ഓഫീസറും കൂടി ഈ വൈപ്പറൊക്കെ ഓണാക്കിയിട്ട് ഇങ്ങനെ ഈ അപ്രോച്ചിൻ്റെ ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് ക്യാപ്റ്റൻ്റെ വൈപ്പർ അങ്ങോട്ട് ഓഫായി. വൈപ്പർ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഈ നമ്മൾ വണ്ടി പോകുമ്പോൾ തന്നെ അറിയാം, നമ്മുടെ നാട്ടിൽ വണ്ടി പോകുമ്പോൾ തന്നെ നല്ല അത്യാവശ്യം മഴയും കൂടിയും പെയ്യുമ്പോൾ വൈപ്പർ ഇട്ടാൽ പോലും നമുക്ക് കണ്ണ് കാണാത്തൊരവസ്ഥയാണ് ഉണ്ടാവാറ്. ഇപ്പോൾ ഈ ക്യാപ്റ്റൻ്റെ വൈപ്പറും അങ്ങോട്ട് പ്രവർത്തനം നിൽക്കുകയാണ്. അപ്പോൾ ആൾക്ക് കാണുന്നില്ല, ഈ റൺവേയുടെ ലൈറ്റ്സ് കാണുന്നില്ല. അപ്പോൾ ഇവർ ഒരു ഡിസിഷൻ എടുക്കുകയാണ്. 2-3 പ്രാവശ്യം ടെസ്റ്റ് ചെയ്തു സാധനം. ഒരു സ്വിച്ചാണ്, 2 സെറ്റിംഗ് ഉണ്ട് വൈപ്പറിന്. അപ്പോൾ ഇവർ 2-3 പ്രാവശ്യം ഇത് നോക്കുകയാണ്, ട്രൈ ചെയ്യുകയാണ്. നടക്കുന്നില്ല, വർക്ക് ചെയ്യുന്നില്ല, വൈപ്പർ തിരിച്ചു വരുന്നില്ല. അപ്പോൾ അവർ ക്യാപ്റ്റനും ഫസ്റ്റ് ഓഫീസറും കൂടിയും ഡിസ്കഷനൊക്കെ ചെയ്തിട്ട് അങ്ങനെ അവരൊരു ഗോ അറൗണ്ടിന് തയ്യാറെടുക്കുകയാണ്. അവർ ആ ലാൻഡിങ്ങിന് അവർ പോയില്ല. അവർ രണ്ടാമതൊരു
പ്രാവശ്യം കൂടി കറങ്ങി വരാൻ നമുക്ക് എന്ന് പറഞ്ഞിട്ട് ഇവർ ആ ലാൻഡിങ് അങ്ങനെ ഉപേക്ഷിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു എന്താ പറയുക ആദ്യത്തെ ഒരു പോയിന്റ് ഓഫ് ദിസ് ലാൻഡിങ് ഗോയിങ് ടു ദ വേസ്റ്റ് അങ്ങനെ വേണമെങ്കിൽ പറയാം. കാരണം ഒരു നോർമൽ ലാൻഡിങ് ആ വൈപ്പർ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ദേ വുഡ് ഹാവ് പ്രൊസീഡഡ് ടു ലാൻഡ്, ഒരു കുഴപ്പമില്ലാണ്ട് അവിടെ ലാൻഡ് ചെയ്യേണ്ട ഒരു എയർക്രാഫ്റ്റ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു വൈപ്പർ നിന്നപ്പോൾ ഇവരെന്ത് പറഞ്ഞു, കണ്ണ് കാണുന്നില്ല, ലൈറ്റ് കാണാൻ പറ്റുന്നില്ല ക്യാപ്റ്റന് മാത്രമേ ഈ ഫ്ലൈറ്റ് ഇറക്കാൻ പാടുള്ളൂ. അവിടെ ഫസ്റ്റ് ഓഫീസറിൻ്റെ വൈപ്പർ വർക്കിംഗ് ആണ്, എന്നാലും ക്യാപ്റ്റൻ നേരിട്ട് ലൈറ്റ് കണ്ടിട്ട് വേണം ഈ അപ്രോച്ച് കണ്ടിന്യൂ ചെയ്യാൻ. അപ്പോൾ അങ്ങനെ അവർ ആദ്യത്തെ ഒരു ചാൻസ് മിസ്സാവുകയാണ് അവിടെ. അപ്പോൾ ഇവർ ഗോ അറൗണ്ട് പോവുകയാണ്. ATCയിൽ വിളിച്ച് പറയുന്നുണ്ട്, കാലിക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ടവറിലേക്ക് വിളിച്ച് പറയുന്നുണ്ട്, ഞങ്ങൾ ഒന്നും കൂടി കറങ്ങിയിട്ട് വരാം, ഈ അപ്രോച്ച് ഞങ്ങൾ ക്യാൻസൽ ചെയ്യുന്നത്. അപ്പോൾ അവിടുന്ന് ചോദിച്ചു അവർ എന്തുകൊണ്ടാണ് ക്യാൻസൽ ചെയ്യുന്നത്. അപ്പോൾ അവർ പറഞ്ഞു മഴയും ഇതും കാരണം കണ്ണ് കാണുന്നില്ല എന്ന് പറഞ്ഞു, അതുകൊണ്ട് ലൈറ്റ്സ് കാണാത്തതുകൊണ്ട് ഞങ്ങൾ ഒന്നുകൂടി കറങ്ങി വരാം. പക്ഷേ ശരിക്കും അവരത് ക്യാൻസൽ ചെയ്തത് ആ വൈപ്പർ വർക്ക് ചെയ്യാത്തതുകൊണ്ട്. ഈ വൈപ്പറിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല ഈ ടവറിലുള്ളവരോട്. കാരണം കാലിക്കറ്റ് എയർപോർട്ടിന് വേറെ റെസ്ട്രിക്ഷൻ കൂടിയുണ്ട്. ഇങ്ങനത്തെ ഒരു മഴക്കാലത്ത് ഈ എയർക്രാഫ്റ്റിൻ്റെ വൈപ്പർ വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ ഇറങ്ങാൻ പാടില്ല. അവർ വൈപ്പർ വർക്ക് ചെയ്യാണ്ട് എയർക്രാഫ്റ്റ് അവിടെ ഇറക്കാൻ പാടില്ല അവർ. അങ്ങനെ ആണെങ്കിൽ മഴ കുറഞ്ഞ നമ്മുടെ ഓൾട്ടർനേറ്റീവ്സ് കൊച്ചിയിലോ അല്ലെങ്കിൽ കോയമ്പത്തൂരോ ഒക്കെ പോയിട്ട് ലാൻഡ് ചെയ്യേണ്ടി വരും. കാരണം അവിടെ മഴ കുറവാണെങ്കിൽ, കാരണം മഴയുടെ ഒരു ഇൻറ്റൻസിറ്റി വെച്ചിട്ടാണ് ഇവർ ഈ വൈപ്പർ വേണോ വേണ്ടതെന്ന് ഓരോ എയർപോർട്ടുകൾ സെറ്റ് ചെയ്യുന്ന റൂളാണ്. അപ്പോൾ കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈപ്പർ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ആ എയർക്രാഫ്റ്റ് അവിടെ ഇറങ്ങാൻ പാടില്ല. ഇതിപ്പോൾ നിലത്തുള്ള ഫ്ലൈറ്റ് ആണെങ്കിലും നിലത്തുള്ള ഫ്ലൈറ്റിന് വൈപ്പർ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അവിടുന്ന് ടേക്ക് ഓഫ് ചെയ്യാനും പാടില്ല ഹെവി റെയിൻ ആണെങ്കിൽ, കാരണം ഒരു വിസിബിലിറ്റീൻ്റെയും സേഫ്റ്റിയുടെ ഒരു ഇഷ്യൂ കാരണം. അപ്പോൾ അങ്ങനെ നമ്മളെ ക്രൂ രണ്ടാമത് ഒരു ഗോ റൗണ്ട് ചെയ്ത് റൺവേയുടെ മുകളിൽ കൂടെ കറങ്ങി രണ്ടാമത്തെ ഒരു വരവിന് പ്രിപ്പയർ ചെയ്യുക. ഇതേ സമയം അവിടെ എയർപോർട്ടിൽ എയർ ഇന്ത്യയുടെ ഒരു വിമാനമുണ്ട്. എയർ ഇന്ത്യ എക്സ്പ്രസ് അല്ല, എയർ ഇന്ത്യയുടെ ഒരു വിമാനം ടേക്ക് ഓഫിന് വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ് നമ്മൾ കാലിക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ. അപ്പോൾ ഇവർ ടവറിലേക്ക് ചോദിക്കുകയാണ്, ഞങ്ങൾ റൺവേ 10 ടേക്ക് ഓഫ് ചെയ്തോട്ടെ, ആ ഡയറക്ഷനിലേക്ക് എടുത്തോട്ടെ, കാരണം അത്രയും അവർ വിൻഡ് സ്പീഡും ടെയിൽ വിൻഡൊക്കെ നോക്കിയിട്ടാണ് അവരൊരു ഡിസിഷൻ എടുത്ത് ഞങ്ങൾ റൺവേ 10 ടേക്ക് ഓഫ് ചെയ്തോളാം. അപ്പോൾ ടവർ അതിന് ഓക്കെ പറയുകയാണ്. അപ്പോൾ ഇവർ റൺവേ 10 ടേക്ക് ഓഫ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ക്രൂവിനോട് ടവർ ചോദിക്കുകയാണ്, നിങ്ങൾ റൺവേ 10 ലാൻഡ് ചെയ്തൂടെ എന്ന്. നമ്മൾ 28 എന്ന് പറയുമ്പോൾ ഓരോ ഡയറക്ഷനും, റൺവേ 10 എന്ന് പറയുന്നത് വേറൊരു അപ്രോച്ചാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു സൈഡ്, എൻറ്റയർ സൈഡ് മാറി ആ സൈഡിലേക്കുള്ള വിൻഡിൻ്റെ കാറ്റിൻ്റെ ഇതുപോലും വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഒരു ആദ്യം തൊട്ടിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പ് പറയുകയാണ് കുഴപ്പമില്ല, ഞങ്ങൾ ചെയ്തോളാം, ആ ഡയറക്ഷനിൽ കൂടെ ഇറങ്ങിക്കോളാം, ഞങ്ങൾ എയർക്രാഫ്റ്റ് റെഡി ആക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവർ ആ റൺവേ 10 വേണ്ടിയിട്ടുള്ള കോൺഫിഗർ ചെയ്യുകയാണ് നമ്മുടെ എയർക്രാഫ്റ്റ്. അങ്ങനെ ഇവർ കോൺഫിഗറേഷൻ ചെയ്ത് ഓൺ അപ്രോച്ച് രണ്ടാമത് വരികയാണ്. അപ്പോൾ ഇവർ ക്യാപ്റ്റൻ പറയുന്നുണ്ട്, ഇപ്രാവശ്യമെങ്കിലും നമ്മളെ വൈപ്പർ വർക്ക് ചെയ്താൽ മതിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് വൈപ്പർ ഇവരത് വർക്ക് ചെയ്യുന്നില്ല, സ്വിച്ച് ഓഫാണ്. അപ്പോൾ ഇവർ അപ്രോച്ച് സമയത്ത്, കാരണം അത് ഇടയ്ക്കിടയ്ക്ക് വർക്ക് ചെയ്യുന്നുണ്ട്, മൊത്തമായിട്ട് കേടുന്നിട്ടില്ല. അപ്പോൾ ക്യാപ്റ്റൻ ആ ഒരു റൂൾ വെച്ചിട്ട് ഇത് എങ്ങനെയെങ്കിലും ഇറക്കുക എന്നുള്ളൊരു ഇതിലാണ് ഇവർ പ്രൊസീഡ് ചെയ്യണത്. അങ്ങനെ ഇവർ രണ്ടാമത്തെ അപ്രോച്ചിന് വരികയാണ്. പക്ഷേ ഈ അപ്രോച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു അൺസ്റ്റെബിലൈസ്ഡ് ആയിരുന്നു. ആ ഒരു ഡിസെൻറ്റ് പാറ്റേൺ ഉണ്ട്. നമ്മൾ റൺവേയുടെ തുടക്കം ഇവിടെ ആണെങ്കിൽ ഇവിടുന്ന് ഒരു ലൈന് പോലെ ഒരു ഇമാജിനറി ലൈൻ ഉണ്ട്. ആ ലൈൻ ഫോളോ ചെയ്തിട്ട് വേണം നമ്മൾ എയർക്രാഫ്റ്റ് ഡിസെൻഡ് ചെയ്യാണ്. ആ ഒരു ഡിസെൻറ്റ് പ്രൊഫൈൽ ഉണ്ട്. പക്ഷേ ആ ഡിസെൻറ്റ് പ്രൊഫൈലൊന്നും ഫോളോ ചെയ്തായിരുന്നു നമ്മുടെ ക്യാപ്റ്റൻ ഇറങ്ങി വന്നുകൊണ്ടിരുന്നത്. കാരണം ആൾക്കിത് മഴയുണ്ട്, നമ്മളെ വൈപ്പറിൻ്റെ ഒരു ടെൻഷൻ ആളെ ഉള്ളിലുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടിയും കാൽക്കുലേറ്റ് ചെയ്തിട്ട് അങ്ങനെ ഇവർ ആ അപ്രോച്ചിന് തയ്യാറെടുക്കുകയാണ്. ലാൻഡിങ്ങിന് വേണ്ടിയിട്ട് ഒരു ക്രൂ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. കോക്പിറ്റിലെ ചെക്ക് ലിസ്റ്റുകൾ ചെയ്യുന്നുണ്ട്, എയർക്രാഫ്റ്റ് കറക്റ്റ് കോൺഫിഗർ ചെയ്യുന്നുണ്ട്, ഫ്ലാപ്പ് സെറ്റിങ് കോൺഫിഗർ ചെയ്യുന്നുണ്ട്. ഫ്ലാപ്പ് 40 ആയിരുന്നു ഇവർ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഫ്ലാപ്പ്. പിന്നെ ടവറിൽ വിളിച്ച് ചോദിക്കുന്നുണ്ട് നമ്മളെ ഗ്രൗണ്ട് കണ്ടീഷൻസ് എങ്ങനെയുണ്ട്. അപ്പോൾ സെയിം അവിടുന്ന് കാലിക്കറ്റ് എന്ന് പറയുകയാണ്, റെയിൻ ഉണ്ട്, പിന്നെ ടെയിൽ വിൻഡ് അതും കൂടി ഉണ്ടെന്ന് പറയുന്നത്, 5 നോട്ട് ടെയിൽ വിൻഡ് ഉണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ ഈ ടെയിൽ വിൻഡ് എന്ന് പറയുമ്പോൾ ലാൻഡ് ചെയ്യുന്നൊരു എയർക്രാഫ്റ്റിന് കുറച്ച് പ്രശ്നമാണത്. കാരണം നമ്മൾ എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്യാൻ വരുമ്പോൾ ബാക്കിൽ നിന്ന് കാറ്റടിക്കുന്നതിനാണ് ടെയിൽ വിൻഡ് എന്ന് പറയുക. അപ്പോൾ ഇത് നമ്മുടെ എയർക്രാഫ്റ്റിന് ഓൾറെഡി ഉള്ള സ്പീഡിനെ ഒന്നും കൂടി ബൂസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മളെ ഫ്ലൈറ്റിൻ്റെ സ്പീഡ് കൂടും. അപ്പോൾ ഈ ലാൻഡിങ് സമയത്ത് സ്പീഡ് അത്രയും കുറയാണ് ക്രൂവിന് വേണ്ടത്. അപ്പോൾ ഹെഡ് വിൻഡ് എന്നാണ് മുന്നിൽ നിന്ന് അടിക്കുന്ന കാറ്റിന് പറയുക. അപ്പോൾ ഇത് ടെയിൽ വിൻഡാണ്. ടെയിൽ വിൻഡാണ് ഇവർക്ക് ഇവിടെ ഉണ്ടായിരുന്നൊരു ചലഞ്ച്. ഈ ടെയിൽ വിൻഡ് ഉള്ളപ്പോൾ എന്ന് പറയുമ്പോൾ എയർക്രാഫ്റ്റിൻ്റെ ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് കൂടും, ബ്രേക്ക് പിടിക്കാൻ കുറച്ച് സമയം വേണം അവർക്ക്, പിന്നെ പ്രത്യേകിച്ച് മഴയും കൂടിയുള്ള സമയമാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ഫാക്ടറിങ് ചെയ്യുമ്പോൾ
പക്ഷേ 5 knots എന്ന് പറയുന്നത് ഒരു അക്സെപ്റ്റബിൾ ലിമിറ്റാണ്. അപ്പോൾ കാലിക്കറ്റ് എന്ന എയർപോർട്ടിൽ നിന്ന് പറയുകയാണ് 5 knots ആണ് നമ്മുടെ വിൻഡ് സ്പീഡിൻ്റെ റീഡിങ്. അപ്പോൾ ഇഫ് യു ആർ ഹാപ്പി യു ക്യാൻ കണ്ടിന്യൂ. അപ്പോൾ ക്യാപ്റ്റൻ പറയുകയാണ് കുഴപ്പമില്ല, ഐ കണ്ടിന്യൂ വിത്ത് ദി അപ്രോച്ച് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇവർ ഡിസൈൻ പ്രൊഫൈലൊക്കെ ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഇറ്റ്സ് എ ബിറ്റ് കറക്റ്റ് ഗ്ലൈഡ് സ്ലോപ്പ് വെച്ചിട്ടല്ല ഇവർ ഒരു കറക്റ്റ് ആംഗിളിൽ ഇത് ഇറങ്ങാനുണ്ട്, അതൊന്നും അല്ല ഇവർ ഫോളോ ചെയ്യുന്നത്. അവിടെയൊക്കെ കുറേ ഈ പെട്ടെന്ന് ലാൻഡ് ചെയ്യണം എന്നുള്ളൊരു ഇത് കൊണ്ടായിരിക്കാം കുറേയൊക്കെ ഒരു വെട്ടിപ്പും തട്ടിപ്പൊക്കെ നടന്നിട്ടുണ്ട് ഇവിടെ. കുറേ ഗ്ലൈഡ് സ്ലോപ്പിൻ്റെ ആക്ച്വൽ ഗ്ലൈഡ് സ്ലോപ്പിൽ നിന്ന് ഇവർ മാറിപ്പോയിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ ഇവർ റൺവേയുടെ ഫ്രണ്ടിലേക്ക് എത്തുന്ന ആ ഒരു സമയത്ത് ക്യാപ്റ്റൻ ഫസ്റ്റ് ഓഫീസറോട് പറയുന്നുണ്ട്, വൈപ്പർ നീ ഓണാക്കി നോക്ക്, നമുക്ക് നോക്കി നോക്കണ്ടെന്ന് പറയുമ്പോൾ. എന്നിട്ട് ഇവർ ട്രൈ ചെയ്യുമ്പോൾ വൈപ്പർ ഓണായി, പക്ഷേ അതിൻ്റെ അത്ര സ്പീഡിൽ വർക്ക് ചെയ്യുന്നില്ലത്. ഇതിന് 2 സെറ്റിംഗ് സ്പീഡ് ഉണ്ട് വൈപ്പറിന്. ഒന്ന് ഒരു ചെറിയ സ്പീഡും ഒന്ന് അത്യാവശ്യം സ്പീഡിൽ വർക്ക് ചെയ്യുന്നൊരു 2 മോഡാണ് ഇതിൻ്റെ 737-ൻ്റെ വൈപ്പറിനുള്ളത്. അങ്ങനെ ഇവർ ഫുൾ സ്പീഡിൽ ഇട്ടുമ്പോഴും ഇവർക്കൊരു അത്യാവശ്യ സ്പീഡിൽ വൈപ്പർ വർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ആവട്ടെ, അതും വെച്ചിട്ട് തന്നെ ലാൻഡ് ചെയ്യാന്നുള്ള രീതിയിൽ ക്യാപ്റ്റൻ ഇറങ്ങുകയാണ്. അങ്ങനെ റൺവേയുടെ ഫ്രണ്ടിലെത്തി ഇവർ. പക്ഷേ ഈ കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ ഈ റൺവേയുടെ ഈ 8848 ഫീറ്റ് റൺവേയുടെ ഇവർ കറക്റ്റ് എത്തി, പക്ഷേ ലാൻഡ് ചെയ്യുന്നില്ല. ഞാനിവിടെ കുറച്ച് ഫോട്ടോസ് കാണിച്ചു തരാം. ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ എയർക്രാഫ്റ്റ് റൺവേയുടെ മുകളിൽ കൂടെ ഗ്ലൈഡ് ചെയ്ത് പോവുകയാണ്. കാരണം ടയർ നിലത്ത് തട്ടിയിട്ടില്ല. എന്നാൽ ഈ ക്യാപ്റ്റനാണെങ്കിൽ ഇത് ഇറക്കുന്നുമില്ല, നിലത്തോട്ട് ഇറക്കുന്നില്ല എയർക്രാഫ്റ്റ്. റൺവേയുടെ മുകളിൽ കൂടെ ഒരു ഹവർ ചെയ്ത് പോകുന്ന പോലെ റൺവേയുടെ തൊട്ട് മുകളിൽ കൂടെ എയർക്രാഫ്റ്റ് പറന്നു പോവുകയാണ്. എന്നിട്ട് പകുതി ദൂരം വരെ ഈ എയർക്രാഫ്റ്റ് റൺവേയുടെ 4000 അടിയുടെ മുകളിൽ വരെ ഈ ക്യാപ്റ്റന് ഇത് പറന്ന് റൺവേയുടെ മുകളിൽ കൂടെ പോവുകയാണ്. ഫസ്റ്റ് ഓഫീസർ സൈഡിൽ നിന്ന് പറയുന്നുണ്ട്, ക്യാപ്റ്റൻ ഗോ അറൗണ്ട് ചെയ്യണോ, ഷുഡ് ബി പ്രൊസീഡ് വിത്ത് എ ഗോ അറൗണ്ട്, ഇതൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ക്യാപ്റ്റൻ അത് മൈൻഡ് ആക്കുന്ന പോലും ഇല്ലാത്ത പോലെയാണ് ഒരു CVR ഈ വോയിസ് റെക്കോർഡറിൽ കേൾക്കുന്നത്. ക്യാപ്റ്റൻ ഇത് ഒന്നെങ്കിൽ ആൾ ഇതിൽ സോ ഫോക്കസ്ഡ് ആയതുകൊണ്ട് ഇത് അവോയ്ഡ് ചെയ്യായിരിക്കും. പക്ഷേ ഫസ്റ്റ് ഓഫീസർ ഇത് പറയുന്നുണ്ട് ക്യാപ്റ്റനോട്, ക്യാപ്റ്റൻ വേണോ ഗോ അറൗണ്ട് ചെയ്യാം, കാരണം ഇപ്പോൾ പോലും ഇവർക്ക് രണ്ടാമത് ആ ഫ്ലൈറ്റ് എടുത്ത് കറങ്ങി രണ്ടാമതൊരു അപ്രോച്ച് ചെയ്യാനുള്ളൊരു ടൈമുണ്ട്. കാരണം ഇവിടെ റൺവേ പിന്നെയും ബാക്കിയുള്ളതാണ്. ഇപ്പോൾ ഇവർക്ക് വേണമെങ്കിൽ ഇത് എയർക്രാഫ്റ്റ് നിലത്തെത്തിയിട്ടില്ല എന്ന് ഇവർക്ക് അറിയാം. കാരണം ടയർ നിലത്ത് തൊടുന്ന സൗണ്ട് എല്ലാവർക്കും, നമുക്ക് ബാക്കിലിരിക്കുന്ന നമുക്ക് പോലും ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഇത് റൺവേയുടെ മുകളിൽ കൂടെ ഫ്ലൈറ്റ് മാറിക്കൊണ്ടിരിക്കുക. എന്നിട്ട് 4400 അടി എത്തുമ്പോഴാണ് ഈ ക്യാപ്റ്റൻ എയർക്രാഫ്റ്റ് റൺവേയിലേക്ക് ടച്ച് ഡൗൺ ചെയ്യണത്. റൺവേയിൽ ഫ്ലൈറ്റിൻ്റെ ടയർ തൊടുന്നത് റൺവേയുടെ പകുതി ദൂരം താണ്ടി കഴിഞ്ഞിട്ടാണ് ഇവർ റൺവേയിൽ എയർക്രാഫ്റ്റ് ഇറക്കണത്. എന്നിട്ട് പോലും നമ്മളെ ഫസ്റ്റ് ഓഫീസർ പറയുന്നുണ്ട്, ക്യാപ്റ്റൻ സ്പേസ് കുറവാണ്, നമുക്ക് രണ്ടാമത് കറങ്ങി വരാം, ഗോ അറൗണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ക്യാപ്റ്റൻ മൈൻഡ് ആക്കുന്നില്ല. എയർക്രാഫ്റ്റ് ഈസ് റോളിംഗ് ഡൗൺ ദ റൺവേ. പെട്ടെന്ന് ക്യാപ്റ്റൻ ഈ ലാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ത്രസ്റ്റ് റിവേഴ്സറും സ്പീഡ് ബ്രേക്കും നമ്മളെ നോർമൽ എയർക്രാഫ്റ്റിൻ്റെ ബ്രേക്സ് എല്ലാം നമ്മൾ യൂസ് ചെയ്യണം. എന്നാലേ എയർക്രാഫ്റ്റ് ഫുൾ ലെങ്ത്ത് കിട്ടുന്ന എയർക്രാഫ്റ്റിന് മഴക്കാലത്ത് അതിൻ്റെ ഒരു 3/4 ഭാഗം യൂസ് ചെയ്തിട്ടെങ്കിലും നിർത്തണമെങ്കിൽ ഇത് 3 ഫങ്ഷൻസ് ഉപയോഗിച്ചിട്ടായിരിക്കും ഇത് ഇറക്കുക. ഇവരാദ്യം റൺവേയുടെ നടുക്കിൽ ഇറങ്ങിയിട്ടുള്ളത്. എന്നിട്ട് ക്യാപ്റ്റൻ ഒരു സ്ലൈറ്റ് ഡിലേ കഴിഞ്ഞിട്ടാണ് ഈ എയർക്രാഫ്റ്റിൻ്റെ ത്രസ്റ്റ് റിവേഴ്സർ ഓപ്പൺ ചെയ്യുന്നത്. ത്രസ്റ്റ് റിവേഴ്സർ എന്ന് പറയുമ്പോൾ നമ്മളെ എൻജിൻ ബാക്കിലോട്ട് കാറ്റ് തള്ളിയിട്ടാണ് നമ്മൾ പറക്കുന്നത്. പക്ഷേ ഇത് ലാൻഡിങ് സമയത്ത് ഈ കാറ്റിനെ ചെറുതായിട്ടൊന്ന് ദിശ തെറ്റിച്ചിട്ട് ഫോർവേഡിലേക്ക് മാറ്റും. അപ്പോൾ നമ്മൾ എൻജിൻ്റെ കാറ്റും കൂടിയും ബ്രേക്കിങ്ങിന് ഉപയോഗിക്കുകയാണ്. അതാണ് ത്രസ്റ്റ് റിവേഴ്സർ എന്ന് പറയുന്നത്. അതുണ്ട്. സ്പോയിലർ ഉണ്ട്, ചിറകിൻ്റെ മുകളിൽ നമുക്ക് കാണാം കുറച്ച് പാനൽസ് എണീറ്റ് നിൽക്കുന്നത്. അതാണ് സ്പോയിലർ എന്ന് പറയുന്നത്. അതും തന്നെ ഈ എയർ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഫ്ലൈറ്റിന് അത്രയും നിർത്താൻ വേണ്ടിയിട്ടുള്ളൊരു ഫോഴ്സ് കൊടുക്കുന്നതാണ് സ്പോയിലർ. അപ്പോൾ സ്പോയിലർ ഡിപ്ലോയ് ചെയ്യണം. പിന്നെ ഇവർക്ക് ബ്രേക്സ്, ഇവർക്ക് സെറ്റിംഗ് ഉണ്ട്, ഓട്ടോമാറ്റിക് ബ്രേക്കിങ്ങിന് സെറ്റിംഗ് ഉണ്ട്. പക്ഷേ ക്യാപ്റ്റൻ മാനുവലായിട്ട് ബ്രേക്ക് ഫുള്ള് ചവിട്ടുകയാണ്. എയർക്രാഫ്റ്റിൻ്റെ ഫുൾ ബ്രേക്ക് കാല് വെച്ചിട്ട് ചവിട്ടുകയാണ്. അത് ആക്ച്വലി നല്ലതാണ്. കാരണം ഈ ഇലക്ട്രോണിക് ഇതിനേക്കാളും ബെറ്റർ മാനുവൽ ബ്രേക്കിംഗ് ഫുൾ ആൾക്ക് ഫോഴ്സ് കൊടുക്കാം. പക്ഷേ ഇത് ചെയ്തിട്ട് പെട്ടെന്ന് ആൾക്ക് രണ്ടാമത്തൊരു തോട്ട് പോലെ ത്രസ്റ്റ് റിവേഴ്സർ ഓഫാക്കി ബ്രേക്കിൽ നിന്ന് കാലെടുത്തു ഒരു സ്പ്ലിറ്റ് സെക്കൻഡ്. റൺവേയുടെ പകുതി കഴിഞ്ഞിട്ട് ഇറങ്ങിയ ഒരു എയർക്രാഫ്റ്റിന് ആദ്യമേ അത് നിർത്താൻ സ്ഥലമില്ല. ഈ ഒരു നിലത്തിറങ്ങിയിട്ട് ഇത് പൊക്കോണ്ടിരിക്കുന്ന സ്പീഡിൻ്റെ ഇടയിൽ ആൾ പിന്നെയും ത്രസ്റ്റ് റിവേഴ്സർ ഉള്ളിലേക്ക് സ്റ്റോ ചെയ്യുകയാണ്. അതെന്തുകൊണ്ടാണെന്ന് ഈ ഇൻവെസ്റ്റിഗേഷൻ ആൾക്കാർക്ക് പോലും ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയൊരു സംഭവമാണ്. കാരണം ഈ ഒരു സമയത്ത് പകുതി റൺവേ ഉപയോഗിച്ചിട്ട് ഇറങ്ങിയ ഒരു എയർക്രാഫ്റ്റിനെ നമ്മളെങ്ങനെയും നിർത്താനാണ് നോക്കുക. പക്ഷേ ആളാ നിർത്താൻ ഫ്ലൈറ്റിനെ ഹെൽപ്പ് ചെയ്യുന്ന സാധനങ്ങൾ പോലും തിരിച്ച് ഓഫാക്കുകയാണ്. എന്നിട്ട് പെട്ടെന്ന് തിരിച്ച് ത്രസ്റ്റ് റിവേഴ്സർ ഡിപ്ലോയ് ചെയ്യുന്നുണ്ട്, ബ്രേക്കിൽ പിന്നെയും കാല് പിടിക്കുന്നുണ്ട്. പക്ഷേ ഇതായപ്പോഴേക്കും നമ്മളെ റൺവേയുടെ അറ്റത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. റൺവേയുടെ അറ്റത്ത്
റിസ എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു സോഫ്റ്റ് സോയിലുള്ളൊരു ഏരിയ ഉണ്ട്. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുറച്ചൊക്കെ സ്പീഡുള്ളൊരു എയർക്രാഫ്റ്റിനെ ഒന്ന് പിടിച്ച് നിർത്താൻ അറ്റ്ലീസ്റ്റ് ആ ഒരു മണ്ണ് വെച്ചിട്ടെങ്കിലും ഈ എയർക്രാഫ്റ്റ് നിൽക്കണം എന്ന് വിചാരിച്ചിട്ട് എല്ലാ റൺവേയുടെയും എൻഡിങ്ങിൽ കൊടുക്കുന്നതാണ് ഈ RESA. അപ്പോൾ ഈ പോയിൻറ്റും കഴിഞ്ഞിട്ട് നമ്മൾ എയർക്രാഫ്റ്റ് പോവുകയാണ്. എന്നിട്ട് നമ്മളെ റൺവേയുടെ എൻഡിങ്ങിലുള്ള ലൈറ്റ്സൊക്കെ ഇടിച്ച് ബൗണ്ടറി ലെയറും ഒരു മതിലുണ്ട് അതൊക്കെ ഇടിച്ചിട്ട് എയർക്രാഫ്റ്റ് തറയിലോട്ട് വീഴുകയാണ്. ആ ഒരു ടേബിൾ ടോപ്പ് റൺവേ ആയതുകൊണ്ട് ആ റൺവേയുടെ എൻഡിങ് കഴിഞ്ഞിട്ട് എയർക്രാഫ്റ്റ് താഴത്തോട്ട് പോവുകയാണ്. ആ താഴത്തോട്ട് പോകുമ്പോൾ പോലും ഇതിൻ്റെ സ്പീഡ് ഓൾമോസ്റ്റ് 80 knots എത്തിയിട്ടുണ്ടെന്നാണ് പറയണത്. 80 എന്ന് പറയുന്നത് ഭയങ്കര വലിയ സ്പീഡാണ്. ആ ഫ്ലൈറ്റ് നല്ല, എന്നിട്ട് ആ എൻഡിങ് എത്തിയപ്പോൾ ഈ ഫ്ലൈറ്റ് ശരിക്കും ഒന്ന് പാറിയ പോലെയാണ് പോയിട്ട് വീണിട്ടുള്ളത്. ഒന്നും കൂടി ഒന്ന് എയർബോൺ ആയിട്ടാണ് ഇത് എയർക്രാഫ്റ്റ് വീണിട്ടുള്ളത്. അങ്ങനെ ആ വീണ വീഴ്ചയിൽ എയർക്രാഫ്റ്റ് 3 ഭാഗമായിട്ട് സെപ്പറേറ്റഡ് ആവുകയാണ്. അങ്ങനെ ഒരു എന്താ പറയുക, നമ്മൾ കണ്ടതിൽ കാലിക്കറ്റിലൊക്കെ വെച്ചിട്ട് ഏറ്റവും വേഴ്സ്റ്റ് ഇൻസിഡൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. വെരി ബാഡ് ആക്സിഡൻറ്റ്. 21 പീപ്പിളായിരുന്നു മരിച്ചത്. ക്യാപ്റ്റനും ഫസ്റ്റ് ഓഫീസറും മരിച്ചിട്ടുണ്ടായിരുന്നു. അവരെ കോക്പിറ്റ് ഈ എയർക്രാഫ്റ്റിൽ നിന്ന് വേർപെട്ടിട്ട് പിന്നെയും കുറേ ദൂരം പോയിട്ട് ലാസ്റ്റുള്ളൊരു മതിലിടിച്ചിട്ടാണ് ഈ കോക്പിറ്റ് നിന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളെ ക്യാപ്റ്റനും ഫസ്റ്റ് ഓഫീസറും ദേ ട്രാജിക്കലി പാസ്ഡ് അവേ. 19 പാസഞ്ചേഴ്സും 2 ക്രൂ മെമ്പേഴ്സും ആയിരുന്നു ഈ ഒരു ആക്സിഡൻറ്റിൽ ജീവിതം നഷ്ടപ്പെട്ടത്. ദേ പാസ്ഡ് അവേ ട്രാജിക്കലി. ഈ 2 ക്രൂ മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളെ ക്യാപ്റ്റനും ഫസ്റ്റ് ഓഫീസറായിരുന്നു. നമ്മളെ കോക്പിറ്റ് സെപ്പറേറ്റ് ആയിട്ട് നേരെ അങ്ങറ്റം മതിലിൽ പോയിട്ട് ഇടിച്ചിട്ട് ആകെ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയിഡ് ആവുമായിരുന്നു. പാസഞ്ചേഴ്സ് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിരുന്നു. പക്ഷേ മെനി ഓഫ് ദം ഈ ഫ്രണ്ടിൽ സീറ്റിൽ പോയിട്ട് തലയിടിച്ചിട്ടും, പിന്നെ ഈ ഫ്ലൈറ്റ് ഈ 3 പീസായപ്പോൾ കുറേ തലയ്ക്ക് വന്നിടിക്കും, ബാഗേജിൻ്റെ സാധനങ്ങൾ പൊട്ടി തലയിൽ വീഴും, അങ്ങനെ കുറേ ഇഞ്ചുറീസൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അവിടെ അടുത്തുണ്ടായിരുന്ന മിലിറ്ററി പേഴ്സണലും ഫയർഫോഴ്സും സേഫ്റ്റി പീപ്പിളൊക്കെയാണ് രക്ഷാപ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. വെരി എഫക്റ്റീവായിരുന്നു. കാരണം അതുകൊണ്ട് അത്രയും ആൾക്കാർ രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ ഈ ഒരു ആക്സിഡൻ്റ് അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇതുണ്ടായത്, പിന്നെ ഇതിന് പിന്നിലുള്ള കുറച്ച് എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് ഞാനൊന്ന് പറഞ്ഞുതരാം. ഈ ഫസ്റ്റ് ഓഫ് ഓൾ എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്തത് റൺവേയുടെ നടുക്കിലായതുകൊണ്ട് ആ എയർക്രാഫ്റ്റിന് അത്രയും, കാരണം പ്രത്യേകിച്ച് മഴയും കൂടിയാണ്, ആ എയർക്രാഫ്റ്റ് പിടിച്ചാൽ കിട്ടില്ല. പക്ഷേ ഇവർക്ക് ആ ഗോ അറൗണ്ട് എന്തുകൊണ്ട് ഇവർ ചെയ്തില്ല എന്ന് ഇൻവെസ്റ്റിഗേറ്റേഴ്സും ഇവരൊക്കെ നോക്കുമ്പോഴും ക്യാപ്റ്റൻ എന്തോ ഒരു ഡെലൂഷണൽ സ്റ്റേറ്റിലായിരുന്നു എന്നാണ് പറയണത്. ആളൊരു ഡയബറ്റിക് പേഷ്യൻ്റ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ മെഡിസിൻസ് ഒക്കെ എടുത്തതായിട്ടുള്ളൊരു റെക്കോർഡ് കാണിക്കുന്നുണ്ട്. പിന്നെ ദുബായിൽ നിന്ന് പോരുമ്പോൾ ആൾ ഫുഡ് അധികം കഴിച്ചിട്ടില്ല എന്ന് കൂടെയുള്ള ക്യാബിൻ ക്രൂ മെമ്പേഴ്സ്, സർവൈവ് ചെയ്ത ക്യാബിൻ ക്രൂ മെമ്പേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഫുഡ് കഴിക്കാത്തതും ഈ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് കാരണമായിരിക്കും ആൾ ആ ഒരു ഡെലൂഷണൽ സ്റ്റേറ്റിന്. കാരണം നമ്മളെ ഫസ്റ്റ് ഓഫീസർ സൈഡിൽ നിന്ന് പറയുന്നുണ്ട്, ക്യാപ്റ്റൻ ലെറ്റ്സ് ഗോ ഫോർ എ ഗോ അറൗണ്ട് എന്ന് പറയുന്നുണ്ട്. കാരണം ആ ഒരു ഗോ അറൗണ്ട് അവർ റൺവേയുടെ നടുക്കുന്നാണെങ്കിലും ആ ഗോ അറൗണ്ട് അവർ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ എയർക്രാഫ്റ്റ് രക്ഷപ്പെട്ടേനെ. അവർ രണ്ടാമത്തെ ഒരു അപ്രോച്ചിൽ വരുന്നിട്ട് കറക്റ്റായിട്ട് അവർക്ക് ലാൻഡ് ചെയ്യാനൊരു ചാൻസ് കിട്ടിയേനെ. പക്ഷേ ഈ ക്യാപ്റ്റൻ ഇതൊന്നും കേൾക്കാണ്ട് ഇത് ചെയ്തത് ഇതുകൊണ്ടായിരിക്കാം. ആളൊരു ഡെലൂഷണൽ സ്റ്റേറ്റിലായിട്ടുണ്ടായിരിക്കാം. ഒരു എന്താ പറയുക, ഈ കുറേ സൈക്കോളജിക്കൽ എക്സ്പ്ലനേഷൻസ് ഉണ്ട് അതിന്. ഈ ടണൽ വിഷൻ അങ്ങനത്തെ കുറേ സംഭവങ്ങൾ. നമ്മളൊരു കാര്യത്തിൽ ഡിറ്റർമിൻഡ് ആയിക്കഴിഞ്ഞാൽ അത് നമ്മൾ ചെയ്യും. അതിപ്പോൾ ഈ വണ്ടി ഓടിക്കുമ്പോഴാണെങ്കിലും ഈ ടണൽ വിഷൻ കുറച്ച് ഡേഞ്ചറസ് ആണ്. അപ്പോൾ നമ്മൾ സ്പീഡ് കൂട്ടി പോകുമ്പോൾ ചുറ്റുമുള്ളതൊന്നും കാണാണ്ടിരിക്കുന്നതും ചുറ്റുമുള്ള റെസ്പോൺസസിന് നമ്മൾ അവെയർ ആവാത്തതൊക്കെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ആൾ ഈ ഒരു ഫസ്റ്റ് ഓഫീസറിൻ്റെ ഇൻപുട്സിന് റെസ്പോണ്ട് ചെയ്യാഞ്ഞത്. പിന്നെ ഈ എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ക്രൂ സ്കെഡ്യൂളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഇവർ ലാസ്റ്റ് മിനിറ്റ് ദുബായിൽ നിന്ന് ഡിപ്പാർട്ടിന് മുന്നേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപ്റ്റൻ നെക്സ്റ്റ് ഡേ ഹോളിഡേ ആയിരുന്നു. ഈ കാലിക്കറ്റിൽ ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ ആൾക്ക് ലീവായിരുന്നു ആസ് പെർ ഹിസ് റോസ്റ്റർ. പക്ഷേ അവരത് ലാസ്റ്റ് മിനിറ്റ് ചേഞ്ച് ചെയ്തു. എന്നിട്ട് ആൾക്ക് പിറ്റത്തെ ദിവസം ദോഹയിലേക്കൊരു സെക്ടർ ഫ്ലൈറ്റ് പറക്കണം എന്ന് പറഞ്ഞിട്ട് ഇടുകയാണ്. അപ്പോൾ ഈ കാലിക്കറ്റിലെ ലാൻഡിങ് ഈ ക്യാപ്റ്റൻ കറക്റ്റ് ടൈമിൽ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ആൾക്കൊരു ഇത്ര സമയം റെസ്റ്റ് ടൈം എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ഈ ക്രൂവിന് 12 മണിക്കൂർ റെസ്റ്റ് ടൈം കഴിഞ്ഞ് കഴിഞ്ഞാലേ ഇവർക്ക് അടുത്ത ഫ്ലൈറ്റ് പറക്കാൻ പറ്റൂ. അപ്പോൾ ഈ കാലിക്കറ്റ് എയർപോർട്ടിൽ ഇവർ സ്കെഡ്യൂൾഡ് കറക്റ്റ് ആ ടൈമിൽ എത്തിയിട്ടില്ലെങ്കിൽ ഈ ക്യാപ്റ്റന് അടുത്ത ദോഹ സെക്ടർ മിസ്സാവും. അപ്പോൾ ഇത് കമ്പനിയിൽ എന്താ പറയുക, ആൾക്കൊരു റിമാർക്ക് വരും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടിൽ പറയണത്. കാരണം ഈ എയർക്രാഫ്റ്റ് ദുബായിൽ നിന്ന് എടുക്കാൻ ഡിലേ ആയപ്പോഴും ആൾക്കാർ ടെൻഷൻ ആയത്. കാരണം ഇവിടുന്ന് ഡിലേ ആയിക്കഴിഞ്ഞാൽ ആൾ അത്രയും ഇത് കോമ്പൻസേറ്റ് ചെയ്യേണ്ടി വരും കാലിക്കറ്റിൽ ലാൻഡ് ചെയ്യണത്. പിന്നെ പ്രത്യേകിച്ച് കാലിക്കറ്റിൽ ഇങ്ങനെ ഒരു റൺവേ മഴയും ഇതൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. എന്നാൽ അപ്പോൾ ഇതും ഇവരെ ലാൻഡിങ്ങിനെ ബാധിക്കാമെന്നൊക്കെ ക്യാപ്റ്റനുള്ളിൽ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ ആൾ ഈ അപ്രോച്ച് ചെയ്യുമ്പോഴും
ഇതൊക്കെ ആളെ ബാക്കിൽ ഇങ്ങനത്തെ കുറേ സ്ട്രെസ്സും ടെൻഷനും കാര്യങ്ങളൊക്കെ ആളുടെ തലയിലുണ്ട്. ഇതും കൊണ്ട് കൂടിയാണ് ഇവർ കൊച്ചിയിലേക്ക് ഡൈവേർട്ട് ചെയ്യാനത്. കാരണം ഈ ക്യാപ്റ്റന് കൊച്ചിയിലേക്ക് ഡൈവേർട്ട് ചെയ്യുകയായിരുന്നെങ്കിൽ അതിനോടനുബന്ധിച്ചിട്ടുള്ള ഈ ഡിലേയും കാര്യങ്ങളും ആളുടെ നെക്സ്റ്റ് ഡേ സ്കെഡ്യൂളിങ് മാറലും ഈ എയർക്രാഫ്റ്റ് ആയിരുന്നു ദോഹയിലേക്ക് പറക്കാൻ വേണ്ടിയിട്ട് അവർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതെല്ലാം കുളമാവും. അപ്പോൾ ഇങ്ങനത്തെ ഇത് ഒരു ക്രൂസ് സ്കെഡ്യൂളിങ്ങിൻ്റെ പ്രശ്നം കൂടി ഉണ്ട് ഇതിനകത്ത്. വി ആർ നോട്ട് ഗോയിങ് ടു ഡീപ്പ് ഇൻ ടു ഇറ്റ്. പക്ഷേ ഞാനൊരു ഔട്ട്ലൈനായിട്ട് പറഞ്ഞു തരാണ്. ഇങ്ങനൊരു സ്കെഡ്യൂളിങ്ങിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിട്ടാണ് ആൾക്ക് ഇത്രയും ഈ ഒരു സമയത്ത് കാലിക്കറ്റിൽ തന്നെ ഈ എയർക്രാഫ്റ്റ് ഇറക്കണം എന്നുള്ളൊരു ഈ ചിന്താഗതിയിൽ ആൾ പ്രൊസീഡ് ചെയ്തത്. ഈ ഒരു ആക്സിഡൻറ്റിന് ഞാൻ പേഴ്സണലി ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ വൈപ്പർ ഇനീഷ്യലി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ, ഇവർ ആദ്യത്തെ അപ്രോച്ചിൽ ആ വൈപ്പർ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ അപകടം ഉണ്ടാവില്ലായിരുന്നു. അവരാ ലൈറ്റ്സ് കാണുമായിരുന്നു. കറക്റ്റ് നോർമൽ ഒരു അപ്രോച്ച് പോയിട്ട് ആ റൺവേ 28 ഇവർ എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്ത് പാസഞ്ചേഴ്സൊക്കെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. എയർക്രാഫ്റ്റിനൊരു കുഴപ്പവും ഉണ്ടാവില്ലായിരുന്നു. ആ ആദ്യത്തെ ഒരു അപ്രോച്ചിൽ ആ ഒരൊറ്റ വൈപ്പർ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ. കോവിഡ് സമയമാണെങ്കിലും നമ്മൾ ആ രക്ഷാപ്രവർത്തനം എത്തിയ ആൾക്കാരൊക്കെ വി ക്യാൻ കോൾ ദം ആസ് സൂപ്പർ ഹീറോസ് ഐ വുഡ് സേ. കാരണം ആ അത്രയും ഒരു പേടിയുള്ളൊരു സമയത്താണെങ്കിലും ഇവർ ആൾ ഭേദമില്ലാണ്ട് ആ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയതും ആൾക്കാരെയൊക്കെ എടുത്ത്. കാരണം ഗൾഫിൽ നിന്ന് വരുന്നവരൊക്കെ അന്ന് ആ ഒരു സമയത്ത് പേടിയായിരുന്നു ആൾക്കാർക്ക്. കാരണം കൊറോണ കേസസ് കൂടുതൽ ഇവിടെ ആയിരുന്നു. അപ്പോൾ നാട്ടിലേക്ക് ഗൾഫുകാർ ചെല്ലുമ്പോഴൊക്കെ ആ ഒരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും നോക്കാതെ അത്രയും ആൾക്കാരെ രക്ഷിക്കാനും സപ്പോർട്ട് ചെയ്യാനും ഈ ഹെൽപ്പിങ്ങിനും എല്ലാം മെൻറ്റാലിറ്റി കാണിച്ച അത്രയും ആൾക്കാർക്ക് ബിഗ് സല്യൂട്ട് ഫോർ ദം. ആൻഡ് ഓൾസോ let's hope nothing like this happens again in our airport, CCJ. And that's it. So everybody, see you next time with another video. See you, take care.